നിലമ്പൂർ അകമ്പാടത്തെ ആദിവാസി കുടുംബത്തിന്റെ ദുരിത ജീവിതം പുറം ലോകത്തെ അറിയിച്ച 24. 21 പേരാണ് ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നത്. ഒരാൾ കിടക്കുന്നത് ആട്ടിൻകൂടിന് അനുവദിച്ച ഷെഡിലാണ്. പാറേക്കാട് നഗറിലെ കുറുമ്പിയമ്മയുടെ കുടുംബത്തിന് ദുരവസ്ഥ 24 പുറത്തുവിട്ടതിന് പിന്നാലെ അടിയന്തര ഇടപെടലുണ്ടാകുമെന്ന് PK ബഷീർ MLA ഉറപ്പ് നൽകി. 24 ഇമ്പാക്ട്. ഞാൻ കുത്തിറന്നുറങ്ങും. ഇരുന്നുറങ്ങുമോ? അല്ലാതെ ഇപ്പം സ്ഥലം വേണ്ടേ കിടന്നുറങ്ങാം. ചെറിയൊരു പേരല്ലേ, ആ പേരയിൽ ഇപ്പം എത്ര ആൾക്കാരൊക്കെ വെച്ച് കിടന്നുറങ്ങി വെച്ചാൽ അത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യങ്ങളാണത്. അനുഭവിക്കുന്ന ജീവിത ദുരിതം വേദനയോടെ പറയുകയാണ് കുറുമ്പിയമ്മ. പാറേക്കാട് കോളനിയിൽ ചെറിയൊരു വീടാണ് കുറുമ്പിയമ്മയ്ക്കുള്ളത്. അവിടെ മക്കളും മരുമക്കളും കുട്ടികളുമായി 21 പേർ. കിടന്നുറങ്ങാൻ പോലും സ്ഥലമില്ല. ഇരുന്നുറങ്ങി നേരം വെളുപ്പിക്കുമെന്ന് കുറുമ്പിയമ്മ. മക്കളിൽ ഒരാൾ കിടക്കുന്നത് ചാലിയാർ പഞ്ചായത്ത് അനുവദിച്ച ആട്ടിൻകൂടിനായുള്ള ഷെഡിലാണ്. ആടുകളെ തൊട്ടപ്പുറത്തേക്ക് മാറ്റിക്കെട്ടിയിരിക്കുന്നു. സ്ഥലത്തിനും ഭൂമിക്കുമായി നിരവധി തവണ അപേക്ഷ നൽകി. പക്ഷേ ഒരു അനുകൂല നിലപാടും ഉണ്ടായില്ല. 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഈ കുടുംബത്തിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അടിയന്തര ഇടപെടലുണ്ടാകുമെന്ന് PK ബഷീർ MLA. ഈ വിഷയം രാവിലെയാണ് എന്റെ ശ്രദ്ധയിൽ പെടുത്തുന്നത്. ഇതുവരെ ശ്രദ്ധയിൽ ആരും പെടുത്തിയില്ല. ശ്രദ്ധയിൽപ്പെടുത്തി നമുക്കൊരു പരിഹാരം ഉണ്ടാക്കായിരുന്നു. ഏതായാലും നിങ്ങൾ 24 ഇപ്പോൾ ഈ ന്യൂസ് വന്ന സ്ഥിതിക്ക് ഞാൻ ഗൗരവമായി ഇടപെട്ട് നാളെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞയച്ച് അതിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കും. ലൈഫിൽ അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നാണ് ചാലിയാർ പഞ്ചായത്ത് പറയുന്നത്. ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി സർക്കാരിന് ഇല്ലാത്ത പദ്ധതികളില്ല. ഇവരുടെ ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ചുള്ള പരാതികൾ എത്ര നാൾ കണ്ടില്ലെന്ന് നടിക്കും. രാത്രി കിടക്കുന്നത് മറ്റ് സ്ഥലമില്ലാത്തതുകൊണ്ട് ആട്ടിൻ ഷെഡിനായി അനുവദിച്ച ഷെഡിലാണ്. ഇതിലും വ്യക്തമായി എങ്ങനെയാണ് ദയനീയത ബോധ്യപ്പെടുത്തേണ്ടത്. അർഷക്കിനൊപ്പം വിപിൻ C വിജയൻ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.